എല്ലാ ടെസ്റ്റും ചെയ്യും. എന്നാലും ബ്ലഡ് വർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വയസ്സായി എന്ന് അവരല്ലല്ലോ തീരുമാനിക്കുക. ഭയങ്കര ഡെവലപ്മെന്റ് ആയിട്ട് ഭയങ്കര ഫൈബറൊക്കെ ഉള്ള എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. ഓപ്പൺ കാറ്റഗറിയിലെ മത്സരിക്കും, ബോഡി ബിൽഡിംഗ് തന്നെ ചെയ്യും. ആസ്മിച്ച് വളരെ എസ്തെറ്റിക് ആയുള്ള ഒരു ഫിഗറാണ്. ഒരിക്കലും എൻ്റെ മോശം വേർഷൻ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുകയില്ല. ആ ഒരു ഹൈ ഡോസ് ഓൾറെഡി നമ്മളെ ചെറിയ ഏജിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് ഇല്ലാണ്ട് ഒരു പ്രൊഫഷണൽ അത്ലറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇതുപോലത്തെ ഒരു പോഡ്കാസ്റ്റ് ആദ്യമായിരിക്കും. വെൽക്കം ടു എപ്പിസോഡ് 3. ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ പ്രിക്കോഷൻസ് ആയിട്ട് എന്തൊക്കെയാ ചെയ്യുക? അതായത് ഇപ്പോൾ ബ്ലഡ് വർക്ക് ചെയ്യും. 3 മാസം കൂടുമ്പോൾ എന്തായാലും ബ്ലഡ് വർക്ക് ചെയ്യും. കംപ്ലീറ്റ് തുടങ്ങുന്നതിന് മുന്നേ പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മെഡിസിൻ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫ് സീസണിൽ എന്നല്ല, സീസൺ ടൈമിലായാലും നമ്മൾ ഒരു ലോങ് പ്രിപ്പറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 മാസം ചെയ്താൽ ഒരു 2 മാസം 3 മാസം എന്തായാലും വിടും. അത് 3 മാസം ചെയ്യും, 3 മാസം ഗ്യാപ്പ് ഇടും. ഗ്യാപ്പ് ഇടുന്നതിൽ എന്തായാലും ഞാൻ TRT എന്തായാലും ഞാൻ ടെസ്റ്റോസ്റ്റെറോൺ എന്തായാലും ഓണായിരിക്കും. അത് നിർത്തുന്നതിൽ വലിയ അർത്ഥമില്ല. ഒന്നാമത് എനിക്ക് ആ ഒരു ഗ്രോയിങ് ഏജ് കഴിഞ്ഞ് പിന്നെ നാച്ചുറലി ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തായാലും 2-3 കൊല്ലം എന്തായാലും കഴിയും. അപ്പോൾ ആ ഒരു ഇതിന് TRT എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, സ്പോർട്സ് TRT അല്ല, നോർമൽ TRTയിൽ പോകും. എന്നിട്ട് പിന്നെ ചെറിയ രീതിയിൽ പിന്നെയും ബ്ലഡ് വർക്ക് എന്തൊക്കെയാണ് എടുക്കുക സാധാരണ? ബ്ലഡ് വർക്ക് 3 മാസം കൂടുമ്പോൾ എന്തായാലും കംപ്ലീറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ നമ്മളിപ്പോൾ വൈറ്റമിൻ D, നമ്മളെ ടെസ്റ്റോസ്റ്റെറോൺ, പിന്നെ നമ്മളെ ലിവർ ഫങ്ഷനിങ്, കിഡ്നി ഫങ്ഷനിങ്, അതിൻ്റെ എക്സ്ട്രീം ലെവൽ ടെസ്റ്റുകൾ, അതായത് നോർമലി ആൾക്കാർ ചെയ്യുന്നതിൻ്റെ മേലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റും ചെയ്യും. എന്തായാലും അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 10-15,000 റുപ്യ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ അതിന് കാണണം. അപ്പോൾ അത് ഒരു എക്സ്പെൻസ് ആയിട്ട് ആരും കാണരുത് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ശരീരമാണ്. അപ്പം അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ മെഡിസിനെ കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് എന്ത് തന്നെ നമ്മൾ നോർമലി വെറുതെ ഫുഡ് കഴിച്ച് നടക്കുന്ന ആൾക്കാരും ആരായാലും ബ്ലഡ് വർക്ക് ചെയ്യണം തന്നെയാണ്. പക്ഷേ എത്ര അഡ്വാൻസ്ഡ് വേണ്ട, എന്നാലും ബ്ലഡ് വർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബ്ലഡ് വർക്കിൽ അറിയാം. അപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ അക്കൊല്ലം വിട്ടുവെക്കണമെങ്കിൽ വിട്ടുവെക്കാം. നമുക്ക് അധികം റിസ്ക് ഇല്ലാണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ റിസ്ക് ഫ്രീ ആയിട്ട് നമ്മൾ ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ട് ചെയ്യാൻ പറ്റും. 2022 കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് അതൊരു ലോങ് ഗ്യാപ്പിന് ശേഷം വരണമല്ലോ. ചെയ്ത് തുടങ്ങിയപ്പോൾ വിട്ടുപോകണമെന്ന് തോന്നേ, അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക, മെൻ്റലി നമ്മൾ എവിടെയെങ്കിലും വീക്കായി പോയ അവസ്ഥ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ പക്ക പ്ലാൻഡ് ആയിരുന്നു. ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ, ഞാനൊരു സംഗതി ചെയ്യുമ്പോൾ അതിൽ ഞാൻ 100% ഞാൻ ആ ഒരു സംഗതി, അത് ഞാൻ വിചാരിച്ച സാധനം അച്ചീവ് ചെയ്തിട്ടേ ഞാൻ എൻ്റെ ആദ്യമുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മാക്സിമത്തിൽ എത്തിയിട്ടേ ഞാൻ നിർത്തുള്ളൂ. ഒരു സമയം ഞാൻ കണ്ടിട്ടുണ്ടാവും, ആ സമയത്ത് ഞാൻ നിർത്തും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മനുഷ്യന്മാരാണ്, അതിന് പല ടെൻഷൻസും എനിക്കുണ്ട്. എൻ്റെ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞു, ഞാൻ നല്ല ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ നല്ല എൻ്റെ ഫാമിലി. അപ്പോൾ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുകയില്ല. ഞാൻ ടെൻഷൻസ് എപ്പോഴും ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കുക. അതിനൊക്കെ എൻ്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. എന്താ വെച്ചാൽ എന്നെക്കൊണ്ട് ടെൻഷൻ ആവുന്ന രീതിയിലുള്ള ഒരു സാധനവും അവർ എന്നെ അറിയിക്കില്ല. അപ്പോൾ അത് ആ സൈഡ് അവർ കവർ ചെയ്യും. പിന്നെ എനിക്ക് ബാക്ക് ഓഫ് എന്ന് പറഞ്ഞ സംഗതി എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിന് എന്തായി, അപ്പോൾ ഞാൻ പറയുന്നതിൽ ഇതാവരുത്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ അടുത്ത് മരിച്ചിരുന്നു. അപ്പോൾ ഈ എൻ്റെ അച്ഛൻ മരിച്ച ആ ദിവസം പോലും ഞാൻ എൻ്റെ ഡയറ്റ് വിട്ടിട്ടില്ല. അതെനിക്ക് ഇതിൻ്റെ പ്രൊഫഷണലിസം കൊണ്ടാണ്. എൻ്റെ അമ്മ എനിക്ക് അപ്പോഴും എൻ്റെ ഫുഡ് വേണ്ട സാധനം എൻ്റെ മാത്രം, എന്താ വെച്ചാൽ നമ്മൾ ബ്രാഹ്മിൺസാണ്. അപ്പോൾ നോൺ വെജ് വീട്ടിൽ ഞാനിങ്ങനെ കഴിക്കുന്നതിനെ കൊണ്ടും ഇതുമാണ്. എല്ലാവരും കഴിക്കില്ല എന്നല്ല, കഴിക്കും, പക്ഷെ എന്നാലും ലിമിറ്റഡ് ആണ് നമ്മൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ആചാരങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കാൻ പാടില്ല, വീട്ടിലങ്ങനെ ഇതാക്കും. പക്ഷെ എനിക്ക് വേണ്ട സാധനം എപ്പോഴും അതിൽ പോലും എനിക്ക് കോംപ്രമൈസ് ചെയ്യില്ല. ആരും എൻ്റെ അടുത്ത് അത് ചെയ്യരുതടാ, ഇന്നത്തെ ദിവസമല്ലേ, അത് ഒഴിവാക്കുക എന്നുള്ള ഒരു സംഭവമേ പറയില്ല. അപ്പോൾ അതെല്ലാം ഞാൻ അതേപോലെ ഞാൻ കൊണ്ടുപോകും. പിന്നെ ഇതിൽ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കോമ്പറ്റീഷനിൽ ഇപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, സുമേഷ് റാവു വയസ്സായില്ലേ, ഇനി എന്താണ്, ഇനിയിപ്പോൾ ഈ കുട്ടികളോടെ കോമ്പറ്റ് ചെയ്ത് മൂപ്പര് എന്താക്കാനാണെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഇത്, അപ്പോൾ ഞാൻ വയസ്സായി എന്ന് അവരല്ലല്ലോ തീരുമാനിക്കുക. അപ്പോൾ വയസ്സാവുന്നതൊക്കെ നമ്മളെ മൈൻഡിലാണ്, അല്ലാണ്ട് ഒരു മുടി നരച്ചതിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ ഇത്ര വയസ്സായതിനെ കൊണ്ടോ വയസ്സാവില്ല.
അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ സ്റ്റേജിൽ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനിയും ഞാൻ മുന്നോട്ടേക്ക് ഞാൻ ഉള്ളിടത്തോളം കാലം ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ എന്തായാലും എൻ്റെ ബെസ്റ്റ് പാക്കേജ് ഞാൻ ഞാൻ കൊണ്ടുവരും. പ്രായം ചോദിക്കട്ടെ, ഓ എത്ര വയസ്സായി? വരുന്ന ഈ ഒരു ഏപ്രിൽ കഴിഞ്ഞാൽ 45. 45 45. അപ്പോൾ പിന്നെ അതൊന്ന് ഒരു 50 വയസ്സ് വരെയും ചെയ്യും. ഞാൻ കാരണം ഈ എനിക്ക് ഒരു 2028 ആകുമ്പോൾ കുറച്ചുകൂടി പ്രായമാവുമല്ലോ. ഇപ്പം എന്തായാലും ചെയ്യും. വിരമിക്കാൻ വിരമിക്കല് തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഞാൻ എന്തായാലും ഒരു നല്ലൊരു ഒന്നോ രണ്ടോ പിന്നെ സ്റ്റേജും കൂടെ എന്തായാലും. അതായത് ഞാൻ ചോദിക്കണത് ഇപ്പോൾ കേരളത്തിലല്ലാതെ, ആ, കാരണം നിങ്ങളൊക്കെ വലിയ നല്ല ഫ്രെയിമുള്ള ബോഡി ബിൽഡേഴ്സ്, ഒത്തിരി ബോഡി ബിൽഡേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഞാൻ ഇവരൊക്കെ കണ്ടേക്കണത് കേരളത്തിൻ്റെ അകത്ത് ഒതുങ്ങുക എന്നുള്ളതാണ്. അതെ അതെ. ഇതല്ലാതെ ഒരു പ്രോ കാർഡൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? പ്രോ പ്രോ കാരണം കാർഡ്. ഒന്ന് ഫിനാൻഷ്യലി ബോൾഡാണ്, ആ, എല്ലാ സപ്പോർട്ടും ഉണ്ട്, പലർക്കും ഇതില്ലാത്തവരുണ്ട്. അതെ അതെ. അപ്പോൾ നല്ലൊരു, ഇപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു 212 അല്ലെങ്കിൽ ഒരു ഒളിമ്പ്യ റേഞ്ചിലൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെ. അപ്പോൾ ഈ പ്രോ കാർഡെല്ലാം എനിക്ക് എടുക്കണം എന്ന് നല്ല ആഗ്രഹവും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ സംഭവം ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ കാറ്റഗറി ആയി കോമ്പറ്റീഷൻസ്. ഇപ്പോൾ 212 എന്ന് പറഞ്ഞിട്ട് വേറെ, ഓപ്പൺ ബോഡി ബിൽഡിംഗ് വേറെ, ക്ലാസിക് ഫിസിക് വേറെ. എനിക്കിപ്പോൾ ഞാൻ സൂട്ടബിൾ ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഒരു പ്രോ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് ബെസ്റ്റ് ക്ലാസിക് ഫിസിക് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ മുന്നോട്ടേക്ക് വല്ലാണ്ട് അതിൻ്റെ മേലോട്ട് എങ്ങോട്ടേക്ക് ചിന്തിക്കാത്തതും ഇതായിട്ട് ഒന്ന് എൻ്റെ ഏജ് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ 212ലേക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് ഇപ്പോൾ അതിലേക്ക് ഒരു കാര്യമില്ല. ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സ് പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ ആൾക്കാരെ അങ്ങനെ അത്രയും ജനറ്റിക്കലി ഗിഫ്റ്റഡും ആ ഏജിലും അതെ, നമുക്ക് ഈ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേര് പോകാണ്ടായത്. ഇപ്പം എൻ്റെ കാര്യം പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് ഈ ഏജ് ഫാക്ടറാണ്. അത് ക്ലാസിക് ബേസിക് എന്നല്ല പറഞ്ഞ. ക്ലാസിക് ഫിസിക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാൻ ചോദിക്കട്ടെ, അത് ഒരു സംശയമാണ്. ഓ ലെഗ് വീക്ക് ആവുന്നിട്ടാണ് ആ ഒരു ഓപ്ഷൻ എടുത്ത്? അല്ല, ഒരിക്കലും അല്ല. എങ്ങനെ എൻ്റെ ലെഗ് വീക്ക് ഞാനത് പറയാൻ കാരണം, ആ ഞാൻ സുമേഷ് റാവുടെ ഏറ്റവും ബെസ്റ്റ് ഫോം, അത് ഇന്നിപ്പോൾ ആൾക്കാർ കാണുന്ന സുമേഷ് റാവു അല്ല, 2006 ഏറ്റവും ബെസ്റ്റ് ഫോമിൽ ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ ഞാൻ നിന്ന് കണ്ടിട്ടുള്ളൂ. അതെ അന്ന് സുമേഷ് റാവുടെ ലെഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിട്ട് ഭയങ്കര ഫൈബറൊക്കെ ഉള്ള, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മിഡിൽ മസിലിനൊക്കെ നല്ല ഫൈബറുള്ളൊരു ടൈമായിരുന്നത്. അതിൽ നിന്ന് ഈ ഒരു കോമ്പറ്റീഷനിൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ സ്വീപ്പിങ്, അതായത് ഔട്ടർ മസിൽ, ആ അത് കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെ ബാക്കി ഷോൾഡറൊക്കെ ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിട്ട് തോന്നി. എങ്കിലും ആ ഭംഗിയൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ആ, അപ്പർ ബോഡിനെ അപേക്ഷിച്ച് ലോവർ കുറച്ചും കൂടി ഡെവലപ്മെൻ്റ് ആയാൽ അതെ അതെ. ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ അത് ഒന്ന് പ്രോപ്പറായിട്ട് ഓഫ് സീസൺ പോവാത്തതിൻ്റെ ഒരു ഇത് ഞാൻ എന്തായാലും അതിൽ കാണുന്നുണ്ട്. അതൊരു എൻ്റെ ബോഡിക്ക് എന്തായാലും പ്രൊപ്പോർഷൻ ഇല്ലാണ്ട് ഞാൻ എന്തായാലും സ്റ്റേജിൽ കയറില്ല. പ്രൊപ്പോർഷനലി ബാക്കിയുള്ളവരടുത്ത് കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ മസിൽ വൈസ് നോക്കുന്ന അതെ, സമയത്ത് നമ്മൾ അതെന്തായാലും വീക്ക് ഉണ്ടാവല്ലോ, ആവും. എല്ലാവരും അതെന്തായാലും ഒരേപോലെ ആവില്ല. ഒരേപോലെ ആവില്ല. അത് ആവാം. ലെഗ് സൈസ് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, കുറവുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ബോഡീൻ്റെ പ്രൊപ്പോർഷൻ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇനി മുന്നോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഞാനൊരു കുറവുകൾ ബ്രേക്ക് എടുത്ത് വരിക, നികത്തിയിട്ട് ഓവറോൾ എനിക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടോ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് ചെയ്തിട്ടേ ഞാൻ വരും. അല്ലാണ്ട് അതുകൊണ്ടൊന്നല്ല. ക്ലാസിക് ഫിസിക്കിൽ ലെഗ് വേണ്ടാന്ന് ആരാ പറഞ്ഞത്? ക്ലാസിക് ഫിസിക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പൊതുവേ ഞാൻ ലെഗ് വേണ്ടാന്ന് ഞാൻ പറയില്ല. പൊതുവേ ഞാൻ അങ്ങനെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ ഫിസിക്ക് തിരഞ്ഞെടുക്കാം. ആ അതായത് ലെഗ് ഇല്ലെങ്കിൽ മെൻ അതെ ഫിസിക്ക് അതെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറവാണെങ്കിൽ ക്ലാസിക് ഫിസിക്ക് തിരഞ്ഞെടുക്കാം. അതെ ക്ലാസിക് ഫിസിക് വളരെ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഫിഗറാണ്. പക്ഷേ അവിടേക്ക് ഇങ്ങനത്തെ ഒരു കാറ്റഗറീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ലെഗ് വീക്ക് ആണെങ്കിൽ ഉടനെ അടുത്ത ചോയ്സ് അവരതാണ്, ചോയ്സ്. അതെ അതിന് ബിൽഡ് ചെയ്യാറില്ല. ആ ഞാനത് ഞാൻ വെറുതെ ഒരു അതുകൊണ്ടല്ല ഞാൻ പോകുന്ന ക്ലാസിക് ഫിസിക് എന്ന് പറഞ്ഞാൽ അവരെ പറയുന്ന എല്ലാ സംഗതികളും ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ബോഡിക്ക് ക്ലാസിക് ഫിസിക്കിന് മാച്ച് ചെയ്യുന്ന അതെ ഇതാണ്. ബി ഒന്നാമത് ടാപ്പറൊക്കെ നല്ല വി ടാപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെയിറ്റ് സൈസ് ചെറുതായിരിക്കണം. ആ ഒരു സംഗതി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നമുക്ക് കിട്ടാത്തൊരു സംഗതിക്ക് നമ്മൾ പോയിട്ട് മത്സരിച്ചിട്ട് അതിനെക്കാട്ടി നല്ലത് നമുക്കൊരു ചാൻസ് ഉള്ളതിൽ അത് മത്സരിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ അമേച്ചറൊക്കെ ഇനി ഓപ്ഷൻസ് അതാണ് നോക്കണം. വെച്ചിരിക്കുന്നത്. അമേച്ചർ അതെ ഒളിമ്പ്യ അതെ ഒക്കെ നോക്കാനാണ് പ്ലാൻ. അതെ. പക്ഷേ ഇന്ത്യയിൽ എവിടെ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ഓപ്പൺ കാറ്റഗറിയിലേ മത്സരിക്കുള്ളൂ, ബോഡി ബിൽഡിംഗ് തന്നെ ചെയ്യുള്ളൂ. അല്ലാണ്ട് പിന്നെ ഒരു ഇനി വന്ന 2028 ആ കുറവുകളൊക്കെ നികത്തിയിട്ട് ഒരു 100% പുതിയൊരു സുമേഷ് റാവുവിനെ കാണാതെ അല്ലേ? അത്രേ ഉള്ളൂ. ഓരോ കൊല്ലവും നമ്മൾ അപ്ഡേറ്റഡ് വേർഷൻ കാണിക്കുക. എനിക്ക് ആൾക്കാർക്ക് എപ്പോഴും ഒരു ട്രീറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഞാൻ വേറെ ഷോസ് ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഒരു ഇനോഗ്രേഷന് പോയാലും ഷോജി ഞാൻ ഷോ ഞാൻ ഞാൻ ചെയ്യില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ള ഇതിലാണ്. നമ്മളെ പദവിക്കായിരിക്കണം എപ്പോഴും ആ ഒരു വാല്യൂ തരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളൊരു ആക്ടേഴ്സിന് ആരെങ്കിലും നമ്മൾ ഇനോഗ്രേഷനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അഭിനയിച്ച് കാണിച്ചിട്ടല്ലല്ലോ അതെ അതെ അതെ. അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഞാൻ എപ്പോഴും എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യലുണ്ട്.
അപ്പോൾ ഞാൻ പിന്നെ കൊല്ലത്തിൽ 1-2 ഷോ ഞാൻ കോമ്പറ്റീഷനെ ഞാൻ ചെയ്യാറുള്ളൂ. ചെയ്യാറുള്ളൂ. അപ്പം ചെയ്യുന്നത് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ആൾക്കാർ എൻ്റെ ബെസ്റ്റായിരിക്കും എപ്പോഴും. ഒരിക്കലും എൻ്റെ മോശം വേർഷൻ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുകയില്ല. മറ്റുള്ളവർ നമ്മളെക്കാട്ടി ഫോമിൽ വരാം, ജയിക്കാം, തോക്കാം, എന്തും ആയിക്കോട്ടെ. അതൊന്നും എൻ്റെ തലയിലേ ഇല്ല. ഞാൻ ഓരോ കൊല്ലവും ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യും. അത് എനിക്ക് ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കൊടുക്കാവുന്ന ഒരു സാധനം ഞാൻ കൊടുത്തിട്ട് തിരിച്ച് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ തുടരും. ഇപ്പോൾ ഈ ഒരു ഏജിൽ സുമേഷ് റാവു വയസ്സായി എന്ന് പറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ സുമേഷ് റാവുവിനെ അറിയണവർ, കാലിക്കറ്റുള്ള ആൾക്കാർ, ഈ ഒരു ഗ്യാപ്പ് ഇട്ട് വന്ന സുമേഷ് റാവു രണ്ടാമത് മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ ഒക്കെ അടിച്ചപ്പോൾ അവർക്ക് എത്രത്തോളം ഇൻസ്പിറേഷൻ ഉണ്ടായി? ഭയങ്കര എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ ആ ആൾക്കാർ പറഞ്ഞ ആൾക്കാർ തന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അധികം ആൾക്കാരെ തിരിച്ചു വരവും ഫെയിലിയറായിട്ടാണ്. 99% ഫെയിലിയറാണ്. ആകെപ്പാടെ ഇൻ്റർനാഷണലി വന്ന തന്നെ ഒന്ന് ജയ് കട്ട്ലറും, അങ്ങനെ വളരെ ചുരുങ്ങിയ വിരലിലുണ്ടാവുന്ന അതും ഏജിൽ മാത്രമല്ല, ഒരു ബ്രേക്ക് എടുത്ത് അതും ഈ ഏജിലൊന്നല്ല. അവരൊക്കെ ചെറിയ ഏജിൽ തന്നെ റിട്ടയർ ചെയ്തിട്ട് പിന്നെ ഒരു 3-4 കൊല്ലം ഗ്യാപ്പിലാണ് വരുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി വിട്ടുപോയത്. 10-16-17 കൊല്ലം വിട്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ ഗ്യാപ്പല്ല. അപ്പം അതിന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഞാൻ വന്നത്. അത് ഞാൻ എൻ്റെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ആ ആൾക്കാർ ഇപ്പം ശത്രുക്കൾ വരെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൈ തന്നിട്ടേ പോവുള്ളൂ. അപ്പം അത് കുറേ ശത്രുക്കളുണ്ടല്ലേ? ഇഷ്ടം പോലെ, ആർക്കല്ലാത്ത എല്ലാവർക്കും ഉണ്ടാവും. അസോസിയേഷനിലും ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാണ്ട് ചിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ആരാ ജനുവിൻ, നമ്മളെല്ലായിടത്തും ചിരിക്കും, എല്ലായിടത്തും കൈ കൊടുക്കും, സന്തോഷം. അപ്പോൾ അങ്ങനെ ആരടുത്തും പേഴ്സണലി ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെക്കലുമില്ല. എന്തേണ്ട അപ്പം തന്നെ പറഞ്ഞ് തീർക്കും. അങ്ങനെ ഇപ്പോൾ പണ്ടൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യമുള്ള ആൾക്കാർ വരെ ഇപ്പോൾ വന്നിട്ട് കൈ തരുമ്പോൾ വലിയൊരു സന്തോഷമാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ടൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതലും ഇതിനോട് താല്പര്യമുള്ളവരായിരിക്കും, ബോഡി ബിൽഡേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കോൺവെർസേഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇനിയിപ്പോൾ ബോഡി ബിൽഡിങ്ങിലോട്ടൊക്കെ കടക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ടാകാം, പ്രായം കൂടിയവരുണ്ടാകാം. അവർക്ക് എന്താണ് സുമേഷ് റാവു പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്? ഒന്ന്, നമ്മൾ ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് ഗെയിമിനാണോ, ഞാൻ ബോഡി ബിൽഡിംഗ് എന്നല്ല കേട്ടോ, ഞാൻ മൊത്തത്തിലുള്ള ഒരു ഇതാ പറഞ്ഞിരുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് പറ്റുന്ന ഗെയിമായിരിക്കും. മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ അതിലേക്ക് പോവാന്ന് പറയുന്നത് അത് കുറച്ചു കാലം വേണം ചെയ്തു നോക്കാം. അപ്പോൾ ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, ഏതും, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, എന്തും മറ്റുള്ളവരെ കണ്ടിട്ട് പോയിട്ട് നമുക്കത് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ബാക്ക് ഓഫ് ചെയ്യാനുള്ള ബുദ്ധി എല്ലാവർക്കും വേണം. പിന്നെ ഇതിനൊരു ഏജ് ഒരു ഫാക്ടറേ അല്ല, അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. ഏജ് നമ്മളെ മനസ്സിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഏജിലും നമുക്ക് എന്തും ചെയ്യാൻ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റാണെന്നുണ്ടെങ്കിൽ അത് പറ്റുന്നതാണ് ഞാൻ തരുന്ന ഒരു ഉപദേശം എല്ലാവർക്കും. പിന്നെ ചെറിയ കുട്ടികൾ അനാവശ്യമായിട്ട് ഡ്രഗ് ലോഡിന് പോകരുത്. നമ്മൾ ചെറിയ ഏജ്, നമ്മൾ ഗ്രോയിങ് ഏജാണ്. ആ ഗ്രോയിങ് ഏജ് നമ്മൾ മാക്സിമം അതിൻ്റെ പൊട്ടൻഷ്യൽ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്വാൻസ്ഡ് നമ്മൾ എന്താണെന്നുള്ളത് നല്ല കോച്ചിൻ്റെ അണ്ടറിൽ ചെയ്ത് വരണം എന്നാണ്. അല്ലാണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പം തന്നെ ചെറിയ കുട്ടികളെ ഡോസസൊക്കെ നമുക്ക് ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ ചോദിക്കും. കുട്ടികൾ അവരെ ഡോസേജ് എല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചെത്തിയിട്ടുണ്ടാവില്ല ആ ഡോസിലേക്ക്. ഞാൻ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പകുതി പോലും ഞാൻ ചെയ്യുന്നുണ്ടാവില്ല, അത്രയും ഡോസിലാണ് കുട്ടികൾ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ഹൈ ഡോസ് ഓൾറെഡി നമ്മളെ ചെറിയ ഏജിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഗ്രോത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധികം മെഡിസിൻസിനും ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മളെ ഫുഡിനും, നമ്മളെ ട്രെയിനിങ്ങിനും, നമ്മളെ റിക്കവറിക്ക്, റെസ്റ്റിനും ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് ലെവൽ ചിന്തിക്കുമ്പോൾ നല്ല കോച്ചിൻ്റെ അണ്ടറിൽ നല്ല ഗൈഡൻസിൽ ഇങ്ങനത്തെ സാധനം പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇതുവരെ സംസാരിച്ചത് നമ്മൾ ബോഡി ബിൽഡേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മുടെ മെഡിസിനെ കുറിച്ചും അല്ലെങ്കിൽ ഡയറ്റിനെ കുറിച്ചും. ഇത് കൂടാതെ നമ്മളെ ജിമ്മിൽ ഇപ്പോൾ സുമേഷ് ജിമ്മ് നടത്തുന്നുണ്ടല്ലോ, ന്യൂ വേൾഡ്സ് ജിം അല്ലേ. സാധാരണ വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ഫിറ്റ്നസ് ആഗ്രഹിച്ച്. അവർക്ക് എന്ത് ടിപ്പാണ് പറയാനുള്ളത്? അധിക ആൾക്കാരും ജിമ്മിൽ വരുന്നത് തടി കുറയാന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. വളരെ ചുരുങ്ങിയ ആൾക്കാരാണ് അതിനല്ലാണ്ട് ആരോഗ്യം വേണം എന്നുള്ളത്.
ഈ തടി കുറയാന്നുള്ളത് ഒരിക്കലും ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യമല്ല. മനസ്സിലായോ? അവർ ചെയ്യുന്ന രീതി, അവർ അതിന് വേണ്ടിയിട്ട് തടി കുറയാന്ന് പറഞ്ഞിട്ട് ഫുഡ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സോൾട്ട് തന്നെ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തടി കുറഞ്ഞു ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത ഇൻഫർമേഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം ആദ്യം മനസ്സിൽ വെക്കുക. ഡെയിലി വർക്കൗട്ട് എന്ന് പറയുന്ന സാധനം നമ്മളൊരു ദിവസം കുളിച്ചില്ലെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്തില്ലെങ്കിലും പോലും നമുക്കത് അതിനോട് ദോഷം വരാനൊന്നുമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് മോശമാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഫുഡ് നല്ല ഗൈഡൻസിൽ, അതായത് നല്ല നോളജ് ഉള്ള ഒരു ട്രെയിനർ അണ്ടറിൽ നല്ല ചോദിച്ചിട്ട് മനസ്സിലാക്കി അവനവന് വേണ്ട ഫുഡ്, നമ്മൾ റെസ്റ്റ്, പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ബോഡി ബിൽഡർ ചെയ്യുന്നത് കംപ്ലീറ്റ് പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം നോർമൽ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഫിറ്റ് ആയിട്ടുണ്ടാവും. അതിൽ ഒരു സംശയമില്ല. നമുക്ക് ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സിനെയും പരമാവധി കുറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ചൊരു മാജിക് സംഭവം എന്നല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുള്ള റിസൾട്ട് നമുക്ക് 100% ഉണ്ടാവും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും തൊട്ടടുത്തുള്ള ജിമ്മിലേക്ക് പോവുക, വർക്കൗട്ട് ചെയ്യുക, ഹെൽത്ത് നോക്കാം. ഹെൽത്ത് അല്ല, ഈ കോമ്പറ്റീഷനിൽ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര എക്സ്പെൻസ് അല്ലേ, എത്ര വലിയ അതെ 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 നമ്മൾ റിച്ച് ആണെന്ന് പറഞ്ഞാലും, കാരണം ഇതിന് നമുക്ക് 5 ലക്ഷം മുടിക്കാലും അല്ലെങ്കിൽ 10 ലക്ഷം മുടിക്കാലും പൊതുവെ ഇന്നൊക്കെ കുറച്ചെങ്കിലും പ്രൈസ് മണി ഉണ്ട്. നമ്മൾ ചെയ്തിരുന്ന കാലത്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു കപ്പ് കിട്ടിയാലായി എന്ന് പറഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് എങ്കിൽ പോലും ഒരു ഓവറോൾ ചാമ്പ്യന് 1 ലാക്ക് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വെയിറ്റ് കാറ്റഗറി മിസ്റ്റർ ഇന്ത്യയൊക്കെ പോയി കഴിഞ്ഞാൽ വെയിറ്റ് കാറ്റഗറി ഗോൾഡൊക്കെ അടിക്കുന്നവർക്ക് 1 ലക്ഷമൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ശരിക്ക് നമ്മുടെ സൊസൈറ്റി അറിയാത്തൊരു കാര്യമുണ്ട്, ഈ 1 ലക്ഷം കിട്ടുമ്പോൾ 1 ലക്ഷം കിട്ടിയല്ലോ എന്നാണ്. അതെ. പക്ഷെ അതിന്റെ പുറകിൽ 5 തൊട്ട് 10 ലക്ഷം വരെ നമ്മൾ ചെലവാക്കിയിട്ടാണ്. ചെലവാക്കിയിട്ടാണ് ഈ 1 ലക്ഷം എന്നുള്ളത്. കാരണം നമ്മൾ ആ 1 ലക്ഷത്തിനല്ല നമ്മൾ വില കാണുന്നത്, അതെ ആ മെഡലിനാണ്, ആ ഒരു അച്ചീവ്മെന്റ്, ആ ഒരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഓവറോൾ ചാമ്പ്യൻ. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100%. സ്പോൺസർ വല്ലതും ഉണ്ടായിരുന്നു? പിന്നെ സ്പോൺസർഷിപ്പ് ഇല്ലാണ്ട് ഒരു പ്രൊഫഷണൽ അത്ലറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാനിപ്പോൾ ഒരു 2022 കഴിഞ്ഞ് 2023 മുതലേ എനിക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്. സ്പോൺസർഷിപ്പിൽ തന്നെ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് പാക്കേജ് സ്പോൺസർഷിപ്പാണ്. അപ്പോൾ അതിൽ ഒന്ന് ഇപ്പോൾ എൻ്റെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് ജിജുവേട്ടനാണ്. ജിജുവേട്ടൻ എന്ന് പറയുന്നത് മസിൽ മാജിക് എക്സ്ട്രീം സ്പോർട്സിൻ്റെ Extreme. ഓണറാണ്. അപ്പോൾ ജിജുവേട്ടനാണ് എൻ്റെ സ്പോൺസർ. പിന്നെ എൻ്റെ കോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ 7 കൊല്ലമായിട്ട് എൻ്റെ സെയിം കോച്ച് തന്നെയാണ്, അനിൽ എന്ന് പറയുന്നത്. അനിൽ. ഹെൽത്ത് മോങ്ക് എന്ന് പറയുന്ന ആളാണ്. പിന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും, അതായത് ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, ഏട്ടൻ, മക്കൾ, വൈഫ്, ഇവരെല്ലാവരും. പിന്നെ രഞ്ജു എന്ന് പറയുന്ന എൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാഗ്രാം, എൻ്റെ പേജ് കംപ്ലീറ്റ്, എനിക്ക് മൊത്തത്തിലൊരു ടീം തന്നെ ഉണ്ട് ടീമുണ്ട്. ഇതിനായിട്ട്. അതൊന്നും പെയ്ഡല്ല, ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ രഞ്ജു എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇൻസ്റ്റാഗ്രാം എന്നല്ല, എൻ്റെ ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം എടുക്കുന്നത് എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അവളാണ്. പിന്നെ എൻ്റെ അമ്മ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ നടക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ, വർക്കൗട്ടിന് സപ്പോർട്ട് ചെയ്യാനും, ഏത് ജിമ്മിൽ വേണമെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാനും ആൾക്കാരുണ്ട്. അത് അവരെന്നെ അവരെ വണ്ടി എടുത്ത് വരും, എന്നെ കൊണ്ടുപോകും, വർക്കൗട്ട് ചെയ്യിപ്പിച്ച്. അതിൽ ഒന്ന് ഷഫീഖ്, പിന്നെ നീരജ് എന്ന് പറയുന്ന ഒരാളാണ്. ഇതൊന്നും ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാരല്ല. ശരിക്കും ഈ സ്പോർട്ടിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടും ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ പക്കായിട്ട് ഞാൻ ചെയ്യും എന്നുള്ള അത് അറിയുന്നതിനെ കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. പക്ഷെ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്, ഇവർ അത്രയും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതും, ഞാൻ എവിടെ കോമ്പറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും അവരുണ്ടാവും, ഈ ടീം മൊത്തത്തിലുണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് ഷെയർ ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ സന്തോഷത്തിൽ എനിക്ക് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ മനസ്സോടെ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഒരു കാര്യം പോലും ഉണ്ടാക്കി പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമില്ല, എല്ലാം സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിയൽ ആയിട്ടുള്ള ചെയ്ത എല്ലാ കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുപോലത്തെ ഒരു പോഡ്കാസ്റ്റ് ആദ്യമായിരിക്കും. കാരണം പൊതുവെ ബോഡി ബിൽഡേഴ്സ് ആയിക്കോട്ടെ, അത്ലീറ്റ്സ് ആയിക്കോട്ടെ, സീക്രട്ട് എപ്പോഴും കീപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന മരുന്നായാലും ട്രെയിനിങ് ആയാലും ഡയറ്റ് ആയാലും ഇതെല്ലാം ഇന്ന് ടോക്ക് വിത്ത് ആൻ അസോസിയേറ്റ് എന്ന പോഡ്കാസ്റ്റിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. 100% ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ ഒരു കാര്യവും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ വിട്ടുപോയ കാര്യങ്ങളല്ലാണ്ട്
കഴിയുന്നതും എല്ലാ സംഗതികളും പറഞ്ഞതെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതും സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ ഇനി അങ്ങോട്ട് അതായത് 2028 നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇനി സുമേഷ് റാവുടെ ഒരു തിരിച്ചുവരവ്. കാരണം ഇതൊരു ഓഫ് സീസണായിട്ടാണ് ഞാൻ കരുതണേ. അതെ. കാരണം വീക്ക് പാർട്സ് എല്ലാം മാറ്റി വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ബോഡി ബിൽഡറിനെ നമുക്ക് കേരളത്തിലോട്ടൊക്കെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കേരളം അല്ലാതെ മിസ്റ്റർ ഇന്ത്യ അല്ലാതെ ഒരു അമേച്ചർ ഒളിമ്പ്യ അപ്പോൾ എനിക്കൊരു ഷെയർ ക്ലാസ്സിക്ക് ഒരിക്കൽ പങ്കെടുത്തു എന്നാണ് ഞാൻ കേട്ടത്. ഒരു ഒളിമ്പ്യ റേഞ്ചിലോട്ടൊക്കെ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവിധ ആശംസകളും ഓ താങ്ക് യു. നേരുന്നു. എനിവേ താങ്ക് യു ഫോർ കമ്മിങ് ഓൺ ദിസ് ഷോ. ഓക്കെ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മൾ ഈ പ്രോഗ്രാമിലൊരു സ്പോൺസർ ഉണ്ട്, റെഡ് സോൺ ഫിറ്റ്നസ് ഒളവണ്ണ കാലിക്കറ്റ്. അവർ ചെറിയൊരു ഗിഫ്റ്റ് വൗച്ചർ വന്നിട്ടുണ്ട് സുമേഷ് റാവുക്ക്. താങ്ക് യു. ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.